ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പാൽക്കറിയാണ്. മുട്ട പാൽക്കറി, അതായത് നാളികേരം പാലൊക്കെ ചേർത്ത നല്ല അടിപൊളി ഗ്രേവി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മുട്ടക്കറിയിലേക്കുള്ള മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാം കേട്ടോ. ആദ്യം ചെയ്യേണ്ട പണി അതാണ്. അപ്പം ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഒരു 2.5 തക്കാളി എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിൽ തക്കാളിയുടെ ആ ഒരു പുളിയാണ് കൂടുതൽ എടുത്ത് കാണിക്കുക. അപ്പോൾ തക്കാളി ഞാൻ ഇതിലധികം പുളിയല്ല, കൂടുതൽ മധുരം കാണണം. അപ്പോൾ ഞാനൊരു 2.5 തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 പച്ചമുളക് എടുക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള 2 പച്ചമുളക്, ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും എടുക്കുക. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഐറ്റംസ് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള മസാല അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പേസ്റ്റിന് കുറച്ചും കൂടി നല്ലൊരു തിക്നെസ് ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു അധികം മണത്തിനല്ല, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം. അത് ഒരുപാട് ആവരുത്, ഒരു ചെറിയ മണം മാത്രമേ പാടുള്ളൂ. 1/4 ടീസ്പൂൺ അല്ല, ഒരു പിഞ്ച് അത്രയൊക്കെ പറയാം, അത്രയൊക്കെ പാടുള്ളൂ കേട്ടോ. ഒരുപാട് മണമാവരുത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം. നമ്മൾ ഒരു നാളികേരത്തിൽ നിന്ന് നമുക്ക് കുറച്ച് നാളികേരം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഗ്രേവിക്ക് ഒന്ന് ഇതുണ്ടാവാൻ, തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് കറിയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നു പാല് മാത്രം എടുത്താൽ മതിയാവും. പക്ഷേ എനിക്കത് മതിയാവില്ല. അത് കാരണമാണ് ഞാൻ ഇതുപോലെ കുറച്ച് നാളികേരം അരച്ച് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മുളക് പൊടി നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുപോലെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നമ്മളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ഇടുക എന്നും പറയുന്ന പോലെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെയുള്ള ടീസ്പൂണിലാണ് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള നാളികേരം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പാലാക്കിയിട്ട് ഇതിനകത്ത് ഒഴിക്കാം. മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് പാലാക്കി ഒഴിച്ചാലും മതി കേട്ടോ. ഇനി അല്ലാണ്ട് 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും വേണ്ട. മൊത്തത്തിൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചടിക്കുക, എന്നിട്ട് പാലാക്കി ഇതിനകത്ത് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി, സബോളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായി കൂട്ടി തിരുമ്പുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കട്ടായി പോയിട്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു കുടംപുളി ചേർത്തിട്ട്, അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതിനകത്ത് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ചൊക്കെ വരുമ്പോൾ പാകത്തിനുള്ള ഒരു കട്ടിക്കായി കിട്ടും കേട്ടോ. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മുട്ട ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ, എത്ര പണിയുള്ളൂ. അവസാനം ഇപ്പോൾ ആവശ്യത്തിന് നമ്മൾ കറിവേപ്പിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ടൈമിൽ നമുക്ക് മുട്ടയൊക്കെ പൊളിച്ചെടുക്കാം. എന്നിട്ട് അതിന് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ നന്നായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടൊക്കെ ഉണ്ട്. കുറച്ച് നേരമായിട്ടുണ്ട് തിളച്ച് വന്നിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മുട്ടയിട്ട് കൊടുക്കാം. ഇനി മുട്ടയിട്ടിട്ട് കുറച്ച് നേരം നന്നായി തിളച്ചോട്ടെ. അപ്പോഴാണ് ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഉപ്പ് കുറവുണ്ട് വെച്ചെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഗ്രേവി ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നോട്ടെ. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നന്നായി തിളച്ച് നല്ലൊരു എണ്ണ തെളിയുന്ന ഒരു പരുവം വരും. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണ തെളിയുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഇത് കാരണം തോന്നിട്ട് നല്ല യെല്ലോ കളർ പോലെ ഇരിക്കുന്നത്, പക്ഷെ നല്ല റെഡ് കളറിൽ നല്ല കളറുള്ള ഇതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ആണ് തോന്നുന്നു. അങ്ങനെ കണ്ടില്ലേ, ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണം ഭയങ്കര യെല്ലോ ആയിട്ട് കാണണേ തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഇത് നല്ല അത്യാവശ്യം ഒരു തിക്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതുപോലെ തന്നെ എണ്ണയും തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി കാച്ചാം. നമുക്ക് ഉള്ളി കാച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. വറുത്ത ഉള്ളി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല
നാളികേരം പാൽ ചേർത്ത മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്